നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ. ആ വിഷയത്തിൽ നമ്മൾ പ്രധാനമായും ചിന്തിച്ചത് എന്തായിരുന്നു? നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, രക്ഷിക്കപ്പെട്ടവരാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രധാനമായും ചിന്തിച്ചപ്പോൾ പല ആളുകളും, അതായത് പാണ്ഡിത്യം നേടിയവർ, വിദ്യാഭ്യാസം നേടിയവർ, പല ടൈപ്പ് ആൾക്കാർ ഇന്നും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന എന്താണ്, തൃത്വത്തിലാണ് രക്ഷയെന്നാണ് പല ആളുകളും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു അറിവില്ലായ്മയാണ്. നമ്മളുടെ ലോകം ഇത്രയും വളർന്നു, അക്ഷരവിദ്യകൾ വളർന്നു, എങ്കിലും ഇന്ന് ജ്ഞാനികളെന്ന് പ്രശംസിക്കുന്ന പലർക്കും എന്താണ്, ഈ രക്ഷയെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചോളം തൃത്വമാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. രക്ഷ ആരിലൂടെയാണ്? കർത്താവിലൂടെ മാത്രമാണ്. അപ്പൊ കർത്താവിലൂടെ, അതായത് യേശു കർത്താവിലൂടെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യമാണ്, അല്ലെ? അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര വചനം പറഞ്ഞെന്ന് പറഞ്ഞാലും, ഈ എത്ര വയലിൽ കർത്താവിന്റെ സുവിശേഷ വേലയിൽ അധ്വാനിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകരായി സ്വീകരിക്കാതെ ഒരുത്തരും കടന്നു പോവുകയില്ല എന്ന് ഉറക്കെ ഞാൻ പ്രഖ്യാപിച്ചു കൊള്ളട്ടെ. ആ കർത്താവിന്റെ നാമത്തിലുള്ള സ്നാനം സ്വീകരിക്കാതെ ഒരാൾ പോലും, യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നാനം സ്വീകരിക്കാതെ ഒരു വ്യക്തിത്വങ്ങളും സ്വർഗരാജ്യം കാണുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെയാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും യേശു കർത്താവിനെ കുറിച്ച് ആവർത്തിച്ച് പറയുന്നതും അത് തന്നെയാണ്. അപ്പൊ കർത്താവിലൂടെ അല്ലാതെ വേറൊരു രക്ഷ നമുക്കിനി കാണുവാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 70-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 70-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ആദ്യം മുതൽ, അതായത് 69 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പയക്കുന്ന ഏവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ 71-ാമത്തെ വാക്യം, തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെയാണ് രക്ഷയുടെ കൊമ്പ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ആ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പലപ്പോഴും തൃത്വമാണെന്നും 3 വ്യക്തിത്വങ്ങളാണെന്നും നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ അത് ഒരിക്കലും ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ല. അത് നിക്യായിൽ ഉണ്ടായതാണ്. അതായത് പിതാക്കന്മാരിൽ നിന്ന് നടിച്ചവർ ഉണ്ടാക്കിയെടുത്ത, അതായത് അപ്പോസ്തോലന്മാർക്ക് ശേഷം സഭയിൽ കിടന്നുകൂടിയ ചില പിതാക്കന്മാർ ചെയ്ത ഒരു കാര്യമാണ് 3 വ്യക്തികളുണ്ടെന്ന്. അതായത് തെർത്തുല്യൻ, അതുപോലെ തന്നെ ഓർഗിൻ എന്നീ പിതാക്കന്മാർ കൊണ്ടുവന്ന ചില അടിസ്ഥാനപരമായ വിശ്വാസമല്ലാത്ത കൂടെ അവരുണ്ടാക്കിയെടുത്ത, അവരുടെ ബുദ്ധിയിലും അവരുടെ ബുദ്ധിമണ്ഡലങ്ങളിലും തോന്നിയ ചില കാര്യങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ നിക്കിയാണ് പറഞ്ഞത് ദൈവം 3 ആണെന്നും 3 വ്യക്തികളാണെന്നും ഒക്കെ. ദൈവം ഏകനാണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അവർ 3 അതിനെ ചിത്രീകരിച്ചെടുത്തു എന്നുള്ളതാണ്. അതാണ് നിക്യ വിശ്വാസത്തിലേക്ക് മാറ്റപ്പെട്ടത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം, 31-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പൊ എന്താണ് കണ്ണ് കണ്ടുവല്ലോ? 2:31 വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഈ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്നതിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് അവിടെ പറയുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മളെ രക്ഷിക്കുവാൻ, അല്ലെ, ജാതികൾ എന്നവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അതായത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള എല്ലാ ജാതികളുടെയും രക്ഷ, അതാണ് സകല ജാതികളുടെയും പ്രകാശമായി യേശു കർത്താവ് കിടന്നു വരുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ യേശു കർത്താവ് ആ ഒരു രക്ഷയ്ക്കായി, അതായത് ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ബെത്ലഹേമിൽ ജനിച്ചത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഒക്കെ പാപ പരിഹാരത്തിന് വേണ്ടിയാണ്. ആ നാമത്തിൽ നമ്മളെ രക്ഷിക്കുവാൻ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതായിരുന്നു യേശു ക്രിസ്തു എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കാലത്തും മറന്നു പോകരുത് പ്രിയ സഹോദരങ്ങളെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. യേശു കർത്താവ് ഏകവാതിലെന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം
10-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നു. 9-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഏകരക്ഷകൻ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. 10-9 യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യേശു കർത്താവ് പറയുകയാണ്, എന്നിലൂടെ കിടക്കണം, അല്ലെ, രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്നിലൂടെ കിടക്കണം, എന്നാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. വേറൊരുത്തരും രക്ഷയില്ല. അത് തന്നെയാണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്. തന്നിലൂടെ അല്ലാതെ വേറൊരാളിലും രക്ഷയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പൊ ആ നാമത്തെ നോക്കാതെ, ആ നാമത്തിൽ വരാതെ ഒരിക്കലും നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ എത്രമാത്രം തൃത്വം പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും, നിങ്ങൾ എത്രമാത്രം ദൈവവചനത്തിൽ പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും, യേശുവാകുന്ന വാതിലിലൂടെ കടക്കാതെ നിങ്ങൾ രക്ഷപ്പെടുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു കൊള്ളട്ടെ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമം മുറുകെ പിടിക്കുന്നവൻ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാതെ ഡയറക്റ്റായി പിതാവി എന്ന് വിളിക്കുന്നവനല്ല. യേശു ക്രിസ്തുവിന്റെ നാമം, യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനമെന്ന് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിന്റെ പ്രധാന കാര്യം എന്താണ്? കർത്താവ് വാതിലാണ്. ആ വാതിലിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? രക്ഷയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കർത്താവ് ഏക രക്ഷകനാണെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 4:12 നമ്മൾ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, മറ്റൊരുത്തനും രക്ഷയില്ല. വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, മറ്റൊരുത്തനും രക്ഷയില്ല, അല്ലേ? കാരണം തൃത്വത്തിലാണ് രക്ഷ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ തൃത്വത്തിലാണോ? അല്ല. രക്ഷ ആരുടെ നാമത്തിലാണ്? യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവുമില്ല. അതുകൊണ്ട് നിങ്ങളെ നോക്കിയിട്ട് പലരും വിളിക്കും, നിങ്ങൾ യേശുവിന്റെ നാമക്കാരാണെന്ന്. നിങ്ങളെ കളിയാക്കി വിളിച്ചാലും ഒരു കുഴപ്പവുമില്ല. കർത്താവ് അവിടെ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം തരിക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ സഹിക്കുന്ന ആരുടെ നാമത്തിന് വേണ്ടിയാ? അവന്റെ നാമത്തിന് വേണ്ടിയാ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്ന് സഹിച്ചവരെയൊക്കെ കർത്താവ് എന്ത് ചെയ്യും? കരുതും സ്വർഗത്തിൽ. തൃത്വനാമം പറഞ്ഞവരെ അല്ല കരുതുന്നത്, അവന്റെ നാമത്തിൽ കഷ്ടമേറ്റവർ, അവന്റെ നാമത്തിൽ ജീവിച്ചവർ, അവന് വേണ്ടി പ്രവർത്തിച്ചവർ, യേശു കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചവരെ അവൻ മറക്കുകയില്ല. അവൻ എന്ത് ചെയ്യും? സൂക്ഷിക്കുക തന്നെ ചെയ്യും അവസാനം വരെയും. ബാക്കി തൃത്വക്കാരുടെ കാര്യം എനിക്കറിയില്ല. കാരണം അങ്ങനെ ഒരു നാമത്തെക്കുറിച്ച് ദൈവവചനത്തിലില്ല. തൃത്വം പഠിപ്പിക്കുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ് എന്ന് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. അപ്പോ യേശുക്രിസ്തുവിന്റെ കൃപ രക്ഷയ്ക്ക് മതിയായ ഒന്നാണെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്ന പോലെ അവരും വിശ്വസിക്കുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലാണ് നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കുന്നത്. തൃത്വത്തിന്റെ കൃപയാലല്ല നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. ആരുടെ കൃപയാലാണ്? യേശു ക്രിസ്തുവിന്റെ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. അത് വളരെ വ്യക്തമായി അവിടെ ചേർത്തിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ നാമത്തിലാണ് വിശ്വസിക്കേണ്ടത്, വേറൊരു നാമത്തിലല്ല. തൃത്വം എന്ന നാമത്തിലല്ല. തൃത്വം എന്ന് പറയുന്നത് പിശാച് മനുഷ്യനെ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. തൃത്വം എന്ന് പറയുന്ന പേര്, അങ്ങനെ ഒരു പേര് ദൈവത്തിനില്ല. അങ്ങനെ ഒരു പേര് ഇനി ദൈവത്തിന് ഉണ്ടാകുകയുമില്ല. ദൈവത്തിന്റെ പേര് യേശു കർത്താവ് എന്നാണ്. അവൻ യേശു കർത്താവ് എന്ന് പറയുമ്പോൾ അവൻ സകലത്തിനും മീതെ ദൈവമായി ഉയർത്തപ്പെട്ടവൻ. അപ്പോൾ ദൈവം മനുഷ്യനായി തീർന്നതാണ് യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തം മൂലം നമുക്ക് രക്ഷ ലഭിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. റോമർ 5:9.
5-ാം അധ്യായം 9-ാമത്തെ വാക്യം. 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികം കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. അപ്പോൾ യേശു കർത്താവിന്റെ രക്തത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നതും രക്ഷയിലേക്ക് വരുന്നതും. എന്താണ്? ആ കോപത്തിൽ നിന്ന്. അപ്പോൾ കർത്താവിന്റെ കോപത്തിൽ നമ്മൾ രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? യേശു കർത്താവിന്റെ രക്തം മൂലമാണ്, അല്ലാതെ തൃത്വത്തിന്റെ രക്തമല്ല. യേശു കർത്താവിന്റെ രക്തത്താലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ കോപത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 1 തെസ്സലോനിക്കർ 5:10 നമ്മൾ വായിക്കുമ്പോൾ, 1 തെസ്സലോനിക്കർ 5:10, 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും സുബോധമായിരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരമേ നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം 1 തെസ്സലോനിക്കർ 5:9 പറയുന്നു. തൃത്വമല്ല നമ്മളെ രക്ഷിക്കുന്നത്, യേശു കർത്താവിന്റെ നാമമാണ് എന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ അനുസരിക്കുന്നവർ, അല്ലേ? എബ്രായർ ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ, എബ്രായർ 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. 9-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 9-ാമത്തെ വാക്യത്തിൽ തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പൊ അനുസരിക്കണം, അല്ലേ? അപ്പൊ തികഞ്ഞവനായി എന്നവിടെ വളരെ വ്യക്തമായിട്ടിരിക്കുന്നു. അതായത് തന്റെ ജീവിതത്തിൽ തിരുത്തേണ്ട ചില ന്യൂനതകൾ ഉണ്ടായിരുന്നു എന്നല്ല ഇതിന്റെ അർത്ഥം. എന്ന് പറയുന്നത്, കഷ്ടങ്ങളിലൂടെ കർത്താവ് യേശു ക്രിസ്തു മഹാപുരോഹിതനാകൊണ്ട് എന്തായി? പൂർണ്ണയോഗ്യനായി തീർന്നു, അല്ലെ? ദൈവം മനുഷ്യനായി തീർന്നപ്പോൾ മനുഷ്യനെ പോലെ തന്നെ അവന് കുറവുകൾ വന്നു എങ്കിലും അവൻ എന്താണ്? അതിലെല്ലാം പൂർണ്ണ ജയം അവൻ പ്രാപിച്ചു എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. മനുഷ്യർ പൂർണ്ണരല്ലാത്തത് കൊണ്ട് അവൻ മനുഷ്യനായി വന്ന് പൂർണ്ണത തെളിയിച്ച് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നു എന്നുള്ളതാണ് കർത്താവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ അവന്റെ വരവിൽ രക്ഷ ഉണ്ടാകത്തുള്ളൂ, അല്ലെ? അങ്ങനെയുള്ളവർക്ക് മാത്രമേ രക്ഷ ഉണ്ടാകത്തുള്ളൂ. എബ്രായർ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പൊ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കാതെ രക്ഷയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ എന്താണ്? പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും അതിന്റെ ഫലങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടുക വേണം. അവരുടെ ആത്മാവും പ്രാണനും ശരീരവും സമ്പൂർണമായും രക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ, പ്രിയ സഹോദരങ്ങളെ, എന്ന് ഞാൻ ഇവിടെ ഓർപ്പിക്കുകയാണ് ഈ തരുണത്തില്. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു രക്ഷയും ഇനി നിങ്ങൾക്ക് ലഭിക്കുകയുമില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ തൃത്വത്തിലല്ല രക്ഷ എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് രക്ഷയ്ക്കുള്ള വ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സഹനം. അതായത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ, മത്തായിയുടെ സുവിശേഷം 10:22 22-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോടെ സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും.
ആരുടെ നാമം? തൃത്വനാമം നിമിത്തമാണോ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പകയ്ക്കപ്പെടുന്നത്? അല്ല, യേശുക്രിസ്തുവിന്റെ നാമം നിമിത്തമാണ് പകയ്ക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോടെ സഹിച്ചു നിൽക്കുന്നവനെ രക്ഷിക്കപ്പെടും. അതായത് കർത്താവിന്റെ നാമം പറഞ്ഞേച്ച് തൃത്വനാമം തൃത്വനാമമാണ് ശരിയെന്ന് പറയുന്നവൻ അവസാനത്തോളം സഹിച്ചു നിൽക്കത്തില്ല. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവനാണ് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നത്, അവനെ രക്ഷപ്പെടത്തുള്ളൂ എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വിശ്വാസവും ഏറ്റുപറച്ചിലും രക്ഷയുടെ വ്യവസ്ഥകളാണ്. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. റോമർ 10:8. റോമർ 10-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ അത് എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. അല്ലെ, വിശ്വാസ വചനം തന്നെ. ഏതാണ് വിശ്വാസ വചനം? അത് യേശു ക്രിസ്തുവാണ്. അല്ലെ, വചനമാകുന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ വിശ്വാസത്താൽ കർത്താവിനെ സ്വീകരിക്കുന്നത്. അവിടെ വെച്ചാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വാസവും ഏറ്റുപറച്ചിലും വളരെ അത്യാവശ്യകരമായ ഒരു കാര്യമാണ്. ആത്മീയ കൈക്കൊള്ളൽ അംഗീകരിക്കൽ, ആത്മീയപരമായുള്ള കൈക്കൊള്ളൽ അംഗീകരിക്കണം. യാക്കോബിന്റെ ലേഖനം 1:21 നമ്മൾ വായിക്കുമ്പോൾ അത് കാണാൻ കഴിയുന്നുണ്ട്. യാക്കോബ് 1:21. യാക്കോബ് 1:21 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 21-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയും ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. അതായത് കർത്താവ് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവന് മാത്രമേ എന്താണ് ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തി ലഭിക്കത്തുള്ളൂ. ഉൾനട്ടതുമായ വചനം എന്ത് ചെയ്യണം? സൗമ്യതയോടെ കൈക്കൊള്ളുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവന് മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. തൃത്വത്തെ സ്വീകരിക്കുന്നവന് ഇതൊന്നും ലഭിക്കുവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആത്മീയ ഉറപ്പാണ് രക്ഷയുടെ അടുത്ത വ്യവസ്ഥ എന്ന് പറയുന്നത്. 2 പത്രോസ് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 1, 10, 11 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 2 പത്രോസ് 1, 10, 11. 2 പത്രോസ് 1, 10, 11 വാക്യങ്ങൾ. 10, 11 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അപ്പൊ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും എന്ത് ചെയ്യണം? നിങ്ങൾ ഉറപ്പാക്കുന്നവർ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ് വിളിയും തെരഞ്ഞെടുപ്പും? അതായത് രക്ഷയ്ക്കായുള്ള വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പിക്കാതെ രക്ഷയില്ല. കർത്താവ് യേശു ക്രിസ്തുവിലുള്ള രക്ഷ മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നുള്ളൂ. തൃത്വമല്ല നിങ്ങളെ രക്ഷിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. തൃത്വമോ യഹോവ സാക്ഷിത്വവുമല്ല നിങ്ങളെ രക്ഷിക്കുവാൻ പോകുന്നതെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അടുത്തത് നമ്മൾ ചിന്തിക്കുമ്പോൾ രക്ഷ എല്ലാവർക്കും പ്രാപിക്കാം എന്നുള്ളതാണ് ദൈവവചനം നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും രക്ഷ പ്രാപിക്കാൻ കഴിയുകയെന്ന് ഞാൻ ആദ്യ എപ്പിസോഡിൽ പറഞ്ഞു. കാരണം ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്ക്, അല്ലെ, യേശു ക്രിസ്തുവിന്റെ നാമം ധരിക്കുന്നവർക്ക് മാത്രമേ രക്ഷ ലഭിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് രക്ഷ കിട്ടുവാൻ പോകുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ ലൂക്കോസ് 3:6 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 6-ാമത്തെ വാക്യത്തിൽ എഴുതിയ സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. അപ്പൊ ദൈവത്തിന്റെ രക്ഷയെ കാണണമെങ്കിൽ എന്താണ്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാലേ അവനെ ദൈവവും
കർത്താവുമായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ രക്ഷ കാണത്തുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് രക്ഷ കാണുവാൻ കഴിയുകയില്ല. വളരെ വ്യക്തമായി ദൈവജനം മനസ്സിലാക്കേണ്ട ഒരു വലിയ ഒരു കാര്യം തന്നെയാണ് അത് എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം അതിന്റെ 71-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവർത്തികൾ 2:71. സോറി, 21-ാമത്തെ വാക്യമാണ്. 71 21-ാമത്തെ വാക്യം. 21-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യേശു കർത്താവിന്റെ നാമം അല്ലെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. അപ്പോ ഏക രക്ഷപ്പെടാൻ ഒരു നാമമേ ഉള്ളൂ. അതായത് തൃത്വനാമമല്ല, 3 ദൈവങ്ങളുള്ള നാമമല്ല, 3 വ്യക്തികളുള്ള നാമമല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം അല്ലെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം പറയുമ്പോൾ ഇവിടുത്തെ വലിയ ദൈവദാസന്മാർക്കും പാസ്റ്റർമാർക്കും ഒക്കെ അലർജി ഉണ്ടാകും. കാരണം അത് പോരെന്നാണ് അവർ പറയുന്നത്. അതിലല്ല രക്ഷ വരുന്നെന്നാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം അവർ പറയും അതിൽ നിന്നൊക്കെയാണ് രക്ഷ, പക്ഷെ ചോദിച്ചു പറയുമ്പോൾ പറയും തൃത്വമാണെന്ന് പറയുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. റോമർ 5:18 നമ്മൾ വായിക്കുമ്പോൾ, റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 18-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരുണ്യമായ നീതീകരണവും വന്നു. ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി. അപ്പൊ ഈ ഏകലംഘനത്താൽ, അപ്പൊ ആദാമിന്റെ ആദാം കാരണം എല്ലാ മനുഷ്യർക്കും ശിക്ഷ വന്നതിനെ കുറിച്ച്, അതായത് ഏകൻ ആരാണ്? ആദാം അല്ലെ. ഏകനീതി ആരാണ്? യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിന്റെ ഈ പാപയാഗത്തെ അത് കാണിക്കുന്നു എന്നുള്ളതാണ് ഏകനീതി. ആ യാഗം കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഈ യാഗത്തെയാണ് അത് കാണിക്കുന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത് ഇത്തരണത്തില്. അപ്പൊ ഏകന്റെ എന്താണ്? ഏകന്റെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ അടുത്ത ചിന്തിക്കുമ്പോ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു 10:13. റോമർക്ക് എഴുതിയ ലേഖനം 10:13 നമ്മൾ വായിക്കുമ്പോൾ, 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. 13-ാമത്തെ വാക്യത്തിൽ, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കാരണം അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയിരിക്കുന്ന അതേ വാക്യം തന്നെ വീണ്ടും അത് പൗലോസ് അപ്പോസ്തലൻ ആവർത്തിച്ചിരിക്കുന്ന നമുക്ക് കാണാം. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവൻ രക്ഷിക്കപ്പെടും അല്ലെ. ഇത് യോവേലിന്റെ പുസ്തകത്തിലും നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. യോവേലിന്റെ പുസ്തകം 2:32 കർത്താവിന്റെ നാമം അല്ലെ. അതായത് ഈ വാക്യം എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡ അവതരണത്തെ കുറിച്ച്, അതായത് ദൈവത്തിന്റെ ജഡ അവതരണത്തെ കുറിച്ചാണ് ഈ വാക്യം പ്രധാനമായിട്ടും വിരൽ ചൂണ്ടുന്നത്. അപ്പൊ ഏകദൈവവും ഏകരക്ഷകനായി നമ്മളെ മനുഷ്യനായി വന്ന് രക്ഷിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, 1 തിമോത്തി നമ്മൾ വായിക്കുമ്പോൾ 1 തിമോത്തി 2:4 നമ്മൾ കാണുന്നു. 1 തിമോത്തിയോസിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 4-ാമത്തെ വാക്യത്തിൽ എഴുതിക്കുന്നത്, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അവിടെ എല്ലാം ഒരുവൻ എന്നാണ് കാണിച്ചിരിക്കുന്നത്. മൂവർ എന്ന പദം അവിടെ കാണുന്നതേ ഇല്ല. മൂവരെന്ന പദം കാണാതെ മൂവരെന്ന് ചേർക്കാൻ പാടില്ല. അങ്ങനെ ചേർക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ദൈവവചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ ഇന്നത്തെ തൃത്വ പണ്ഡിതന്മാർ പറയുകയാണ് മൂവരുണ്ട്. ഏതർത്ഥത്തിൽ? അവിടെ മൂവരില്ല, ദൈവം ഒരുവനേ ഉള്ളൂ. കാരണം അഭിഷേകം ചെയ്ത ഒരു ദൈവവും അഭിഷേകത്താൽ നിറഞ്ഞ മറ്റൊരു ദൈവവും നമുക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ ഒരു കാര്യമാണ്. അങ്ങനെ 2 ദൈവങ്ങളില്ല. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് പഠിപ്പിക്കുന്ന 3-ാമത്തെ വ്യക്തിത്വമാണെന്ന് പഠിപ്പിക്കുന്ന വളരെ തെറ്റായ പഠനമാണ് എന്ന് ഞാൻ ഈ തരുണത്തില് ഓർപ്പിച്ചു കൊള്ളട്ടെ. അപ്പോ ഇനി നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്ന തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ.
2-ാം അധ്യായം അതിന്റെ 11ഉം 12ഉം വാക്യങ്ങൾ. 11-ാമത്തെ വാക്യത്തിൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട്. അപ്പൊ അവിടെ വളരെ ശ്രദ്ധിക്കണം, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ മഹാദൈവം. യേശു ക്രിസ്തുവിനെ അവിടെ മഹാദൈവം എന്നാണ് പറഞ്ഞേക്കുന്നത്. തൃത്വക്കാരാണെങ്കിൽ പറയും മഹാദൈവം എന്ന് പറയുന്ന പിതാവാണെന്ന് പറയും. അപ്പൊ മറ്റൊരാൾ കൂടി ഉണ്ടല്ലോ, രണ്ടാമത്തെ ആളെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആ വാക്യത്തെ രണ്ടായിട്ട് വെട്ടിമുറിക്കുന്ന തൃത്വക്കാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന മഹാദൈവവും രക്ഷിതാവുമായ യേശുക്രിസ്തു. അപ്പൊ എത്ര പേരായി? 2 പേരായി, 2 ദൈവങ്ങളും ആയി കഴിഞ്ഞിരിക്കുന്നു. വളരെ വ്യക്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. തൃത്വക്കാർ എത്ര പെട്ടെന്നാണ് മനുഷ്യരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആ വാക്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. 2 പത്രോസ് 3:9 നമ്മൾ വായിക്കുമ്പോൾ, 2 പത്രോസ് 3:9 2 പത്രോസ് 3:9 നമ്മൾ വായിക്കുമ്പോൾ 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ എന്ത് ചെയ്തു? ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പൊ തൃത്വം പറയുന്നവരോടൊക്കെ എന്ത് ചെയ്യുന്നു? ദൈവം ദീർഘക്ഷമ കാണിച്ചിരിക്കുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിലേക്ക് മടങ്ങി വന്നില്ല എങ്കിൽ അവൻ ഇത്രയും നാളും ദീർഘക്ഷമ കാണിച്ചുകൊണ്ട് നിങ്ങളോട് നിൽക്കുകയായിരുന്നു. നിങ്ങൾ തൃത്വം പറഞ്ഞുകൊണ്ട് 3 ദൈവങ്ങളാണെന്ന് 3 വ്യക്തിത്വങ്ങളാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴും ദൈവം നിങ്ങളോട് ദീർഘക്ഷമ കാണിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്. വളരെ തെറ്റായ പഠനങ്ങളാണ് ഈ കാലങ്ങളിൽ നടന്നു വരുന്നത്. ദൈവവചനം ഒരിക്കലും 3 ദൈവങ്ങളെയോ 3 വ്യക്തിത്വങ്ങളെയോ പഠിപ്പിക്കുന്നില്ല. ദൈവം ഒരുവനെന്ന് വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ എന്ന് പഠിപ്പിക്കുമ്പോഴും രക്ഷ 3 പേരുടെ നാമത്തിലാണെന്നും പഠിപ്പിക്കുന്ന സഭകളും ഇന്ന് ഇക്കാലത്തിൽ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ ദുഃഖാർത്ഥമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഈ തകർച്ചയുടെ വക്കിലേക്ക് വീഴരുതേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വചന പരമ്പര ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണം കർത്താവ്. കൃപയാൽ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. ഇതിൽ അഡ്മിന്റുമാരായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരുടെ കൂടെ ഇരിക്കണം. രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവർക്കും പൂർണ്ണമായ സൗഖ്യം വിടുതലും കർത്താവ് അനുവദിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ കേട്ട സ്തോത്രം. മാനം മഹത്വം എല്ലാ യേശു ക്രിസ്തുവിന്റെ തന്നെ ഉള്ളതിനാകും തന്നെ. ആമേൻ ആമേൻ സ്തോത്രം.